ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ആസ് എൻ ആങ്കർ സ്റ്റേജ് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം. വീണ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇവിടെ കൈകാര്യം ചെയ്യാൻ പറ്റില്ലെന്നാ ഞാനിപ്പോ പറഞ്ഞത്. ഇവരിവിടെ എഴുതുന്നത് വായിക്കാൻ വേണ്ടി മാത്രമാണെങ്കിൽ വീണയ്ക്ക് സ്റ്റേജിൽ കയറാം. അപ്പോ ഞാൻ റെഡി ആവട്ടെ. ഇവള് ഡ്രസ് മാറാൻ കയറുന്ന മുറി പൂട്ടിട്ടാല. അമ്മവോ? വേണ്ട വേണ്ട, നല്ല ഐഡിയ ആയിരുന്നു. ஹரிசார், இதுவும் போச்சு. அந்த பொண்ணு உங்களை பற்றி ஏதாவது மைக்கிளோட சொன்னா உங்களுக்கு கிடைச்ச மரியாதை எல்லாம் போயிடும். ഹരി, ശരവണം പറഞ്ഞതിൽ കാര്യമുണ്ട്. ഇത്രയും വൈരാഗ്യമുള്ള ഒരുത്തി ആങ്കറായി നിന്ന ഒരു പ്രോഗ്രാം ഏത് രീതിയിൽ അവസാനിക്കുമെന്ന് നമുക്കിപ്പൊ തന്നെ ഊഹിക്കാമല്ലോ. ആമാ ഹരി, എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. ഞാൻ നോക്കാം. നിങ്ങൾ എല്ലാരും ഇങ്ങോട്ടിരിക്കുക. വാ മോളെ. ആ ശരവണ, ഓക്കെ ശരി സാർ. ഇരിക്ക. വാ ഇരിക്കാം. അവാർഡ് ഫംഗ്ഷന് നമുക്കും പോകായിരുന്നു അല്ലേ? എന്തിന്? അനുവിന്റെ പൊസിഷൻ വെച്ച് ക്ഷണിക്കാത്ത ഒരു കാര്യത്തിന് പോകേണ്ട കാര്യമുണ്ടോ? ഇതെന്തിനാണോ ക്ഷണിക്കുന്നത്? നമ്മുടെ കുടുംബകാര്യമല്ലേ. എടോ, ഞാൻ സബ് കളക്ടർ ആണെന്നുള്ളത് എന്റെ പ്രൊഫഷനാണ്. ഞാൻ തന്റെ അച്ഛന്റെ അമ്മയുടെ മുമ്പിലോ ഹരിയേട്ടന്റെ മുമ്പിലോ നിൽക്കുമ്പോ എനിക്ക് പഴയ മനു ആകാനേ പറ്റൂ. അല്ലാതെ ഞാനിപ്പോ വലിയ പൊസിഷനിലെത്തിയിരിക്കുന്നു, നിങ്ങളൊക്കെ ഈ നിമിഷം മുതൽ എന്നെ റെസ്പെക്ട് ചെയ്യണമെന്നൊന്നും പറയാൻ എനിക്ക് പറ്റില്ലടോ. തനിക്ക് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് അവിടെ വരെ ഒന്ന് പോകാം. ഞാനില്ല, മനു വേണമെങ്കിൽ പോയിക്കോ. ഒന്നിച്ചാണെങ്കിലേ ഞാനുള്ളൂ. ഹരിയേട്ടന്റെ മറുപടി പ്രസംഗം ഉണ്ടാകും. ചിലപ്പോ നിത്യേച്ചി വേദിയിൽ പ്രസംഗിക്കുകയും ചെയ്യായിരിക്കും. വെറുതെ ഒന്ന് കേൾക്കാലോ. ഞാൻ എന്തായാലും ഇല്ല മനു. അതിന്റെ പേരിൽ വേറെ ഒന്നും തോന്നണ്ട. ഇരിക്കവിടെ. ജ്യോതി, വിവാഹം കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിലേക്ക് പറിച്ചു നടപ്പെട്ടാല് അതുവരെ നിന്ന സ്വന്തം കുടുംബത്തിനോട് ഒരു ചെറിയ അകലമൊക്കെ വരും. അത് ഫിസിക്കലാ. പക്ഷേ മാനസികമായി അങ്ങനെ ഉണ്ടാവാറില്ല. തനിക്ക് പക്ഷെ അങ്ങനെ സംഭവിച്ചു. വീട്ടിലെ കാര്യം പറയുമ്പോ, വീട്ടുകാരെ കുറിച്ച് പറയുമ്പോ തനിക്ക് എന്തോ ഒരു അകലം പോലെയാ. ഉണ്ടോ അങ്ങനെ? മനു നേരത്തെ പറഞ്ഞല്ലോ പുതിയൊരു വീട്ടിലേക്ക് പറിച്ചു നടപ്പെട്ടൂന്ന്. അപ്പൊ പിന്നെ പഴയ ബന്ധങ്ങൾ എങ്ങനെ വേണം, ആരോടൊക്കെ എത്രമാത്രം അടുക്കാന്നൊക്കെ തീരുമാനിക്കുന്നത് ഇവിടുത്തെ സാഹചര്യങ്ങളും കൂടിയല്ലേ. അങ്ങനെയുള്ള സംശയങ്ങൾ എന്തെങ്കിലും മനുവിന് തോന്നുമ്പോ മനുവിന്റെ അമ്മയോട് ചോദിച്ചാൽ മതി. അതാ ഒന്നും കൂടി എളുപ്പം. എനിക്ക് മനസ്സിലായില്ല. അല്ല, അമ്മയ്ക്ക് എന്താ ഇതിലെ റോള്? അമ്മയ്ക്ക് കുടുംബത്തിലുള്ള റോൾ എന്താണെന്ന് അറിയാലോ. അമ്മ പറയുന്നത് ഞാൻ കേട്ടേ പറ്റൂ. അതെന്തായാലും നമുക്ക് സമാധാനത്തോടെ ജീവിക്കണ്ടേ. അപ്പോ അമ്മയാണോ ഈ മാറ്റത്തിന് കാരണം? അമ്മയും മോളും കൂടെ എന്തോ പ്രശ്നമുണ്ട്. ഹരി, ഇങ്ങനൊരു കാര്യം എനിക്ക് അറിയില്ല. നമസ്കാരം. അവള് വന്നിരിക്കുന്നത് കരുതി കൂട്ടിയ അതിന്റെ സൂചന അവള് നമുക്ക് തരികയും ചെയ്തു. അല്ല, ഉല്ലാസ് സാർ ഇതൊന്ന് സൂചിപ്പിച്ചിരുന്നെങ്കിൽ ഞാൻ ഈ ഫംഗ്ഷൻ തന്നെ ഒഴിവാക്കുമായിരുന്നു. ഹരി, ഞാൻ പറഞ്ഞില്ലേ, സംഘാടകർ മറ്റൊരു കൂട്ടരാണ്.
അവർക്ക് നിങ്ങൾ തമ്മിലുള്ള ബന്ധം അറിയില്ലല്ലോ. ഏറെ അഭിമാനിക്കുന്ന ഒരു നിമിഷത്തിന് വേണ്ടിയാ ഞങ്ങൾ എല്ലാരും കൂടെ വന്നിരിക്കുന്നത്. പക്ഷെ ഇവിടെ ഇപ്പൊ സംഭവിക്കാൻ പോകുന്നത് മറിച്ചാ. ഉല്ലാസ് സാറേ, എനിക്ക് എന്റെ കുടുംബത്തെ നാണം കെടുത്താൻ വയ്യ. താനിങ്ങനെ ടെൻഷൻ ആവാതെ, ഞാൻ എന്തെങ്കിലും ഒരു മാർഗം നോക്കാം. നോക്കണം. പക മാത്രം അവളുടെ മനസ്സില്. അത് തീർക്കാനുള്ള ഒരവസരം അത് തീർക്കാനുള്ള ഒരവസരവും അവൾ കളയില്ല. ഈ കാര്യത്തിൽ ഉല്ലാസ് സാർ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്തേ പറ്റൂ. ഈ ചടങ്ങില് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി താനാണ്. തനിക്ക് കോട്ടം ഉണ്ടാവുന്ന ഒരു കാര്യവും ഇവിടെ ചെയ്യില്ല. അത് ഞാൻ തനിക്ക് ഉറപ്പ് നൽകാം. അതെ അതെ സാറേ, നമ്മൾ തമ്മിൽ കുറച്ചൊക്കെ സംസാരിച്ചല്ലോ. തന്റെ ക്യാരക്ടർ എന്താന്ന് എനിക്ക് കുറച്ചൊക്കെ അറിയാം. തനിക്ക് ദോഷം വരില്ല. എന്നെ തനിക്ക് വിശ്വസിക്കാം. ശരി സാറേ, പോവാം. വാ. നരേഷ്, ഫംഗ്ഷൻ ഡീറ്റെയിൽസ് ഞാൻ വിളിച്ചു പറയാം. അതിൽ യാതൊരു വിധത്തിലുള്ള എഡിറ്റിംഗും പാടില്ല. അതില് ഞാൻ പറയുന്നത് മുഴുവൻ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവണം. ഈ ഫംഗ്ഷൻ ഇപ്പോ എന്റെ കയ്യില്. ഞാൻ തീരുമാനിക്കുന്നതേ ഇവിടെ നടക്കും. എന്താ? വീണ ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരുന്ന കാര്യം തന്നെ. വീണ ആങ്കറായിട്ട് വിളിക്കുമ്പോ വീണയും ഹരിയും തമ്മിലുള്ള ബന്ധം ഇവർക്കാർക്കും അറിയില്ലായിരുന്നു. സോ വാട്ട്? ഇതെന്റെ പ്രൊഫഷൻ അല്ലേ? ഓക്കെ, വീണ അനൗൺസ് ചെയ്യേണ്ട കാര്യങ്ങള് വളരെ വ്യക്തമായിട്ട് ഞങ്ങളിതിൽ എഴുതിയിട്ടുണ്ട്. ഇത് മാത്രമേ പറയേണ്ടതുള്ളൂ. അതെങ്ങനെ പറ്റും? അങ്ങനെയാണെങ്കിൽ പിന്നെ എന്റെ ആവശ്യമില്ലല്ലോ. ആസ് എൻ ആങ്കർ സ്റ്റേജ് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം. വീണ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇവിടെ കൈകാര്യം ചെയ്യാൻ പറ്റില്ലെന്നാ ഞാനിപ്പോ പറഞ്ഞത്. ഇവരിവിടെ എഴുതുന്നത് വായിക്കാൻ വേണ്ടി മാത്രമാണെങ്കിൽ വീണയ്ക്ക് സ്റ്റേജിൽ കയറാം, അല്ലെങ്കിൽ വീണയ്ക്ക് പോവാം. നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നേ? ഇതാരാ നിങ്ങൾക്ക് ഈ നിർദ്ദേശം തന്നത്? അയാളാണോ ആ ഹരി? അയാള് ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഞങ്ങളുടെ പ്രോഗ്രാമിന്റെ ചിട്ട ഞങ്ങളല്ലേ തീരുമാനിക്കേണ്ടത്. വീണ, ഒന്നെങ്കിൽ ഇവർ തന്നത് വായിച്ചിട്ട് ആങ്കർ ചെയ്യാം, അല്ലെങ്കിൽ താനില്ലാതെ ഇവർ ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യും. വീണൊന്ന് ആലോചിച്ചോക്ക്. ഒരുങ്ങിക്കെട്ടി വന്നിട്ട് തിരിച്ചു പോകാൻ പറ്റില്ലല്ലോ. ഞാൻ വായിക്കാം. ഒരു പ്രൊഫഷണലിന്റെ വാക്ക് ഞങ്ങൾ മാനിക്കുകയാണ്.